വാർത്തകളും നോട്ടിഫിക്കേഷനും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. കഴുത്തിൽ കുരിശുമാല അണിയാൻ നിങ്ങളുടെ കഴുത്ത് കാണില്ല. ചന്ദനക്കുറി തൊടാൻ നിങ്ങളുടെ തല കാണില്ല. ഇങ്ങനെയുള്ള ഒരു മുദ്രാവാക്യം കേരളത്തിന്റെ തെരുവിൽ എപ്പോഴെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എത്രയെത്ര സമര പരിപാടികൾ ഉണ്ടായിട്ടുണ്ട്, സമര പ്രതിഷേധ പ്രകമ്പനങ്ങൾ ഉണ്ടായിട്ടുണ്ട്, പലയിടങ്ങളിലും പലതരത്തിലുള്ള വിഷയങ്ങൾ ഉണ്ടായിട്ടില്ലേ? ഇങ്ങനെ ഒരു മുദ്രാവാക്യം കേരള മണ്ണിൽ നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു സംഘടന നടത്തിയിട്ടുള്ള ഏതെങ്കിലും ഒരു റാലിയിൽ കേട്ടിട്ടുണ്ടോ? കേരളത്തിൽ ഒരുപാട് മുസ്ലിം മത സംഘടനകളില്ലേ? അവരെപ്പോഴെങ്കിലും ഈ രീതിയിലുള്ള ഒരു മുദ്രാവാക്യം വിളിച്ചത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? SDPകാർ വിളിച്ചത് കേട്ടിട്ടുണ്ടോ? പോപ്പുലർ ഫ്രണ്ടുകാർ വിളിച്ചത് കേട്ടിട്ടുണ്ടോ? ഉണ്ടാവില്ല. ഒരു രാഷ്ട്രീയ പ്രസ്ഥാനവും RSSനെ പോലെ, BJPയെ പോലെ, സംഘപരിവാറിനെ പോലെ തരം താണുകൊണ്ട് അവരുടെ നിലപാട് വിജയിക്കാൻ വേണ്ടിയിട്ട്, അതിന്റെ നിലപാടൊന്നും ഞാൻ പറയുന്നില്ല, അവരുടെ അജണ്ട വിജയിക്കാൻ വേണ്ടിയിട്ട് അവരെന്ത് പണിയും എടുക്കുന്നത് പോലെ ഒരു സംഘടനയും കേരളത്തിലല്ല, ഈ രാജ്യത്ത് പോലും ചെയ്യില്ല. കാരണം അമ്മാതിരി നെറികെട്ടവന്മാരാണ് ഇവർ. SDPയുമായിട്ട് പ്രശ്നമുണ്ട് എങ്കിൽ, പോപ്പുലർ ഫ്രണ്ടുമായിട്ട് പ്രശ്നമുണ്ട് എങ്കിൽ അവർക്കെതിരെ മുദ്രാവാക്യം വിളിക്കൽ സ്വാഭാവിക രീതിയാണ്. SDPക്കെതിരെയും പോപ്പുലർ ഫ്രണ്ടിനെതിരെയും മുദ്രാവാക്യം വിളിക്കാം. പക്ഷേ SDPയെയും പോപ്പുലർ ഫ്രണ്ടിനെയും മുന്നിൽ നിർത്തിക്കൊണ്ട് മൊത്തം മുസ്ലിം സമുദായത്തിനെതിരെ മുദ്രാവാക്യം വിളിക്കുന്നത് എന്തിനാണ് എന്നുള്ളത് ഞങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാകും. കാരണം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം SDPയെയോ പോപ്പുലർ ഫ്രണ്ടോ അല്ല വിഷയം, മറിച്ച് മുസ്ലിങ്ങളാണ് വിഷയം. മുസ്ലിങ്ങളാണ് നിങ്ങളുടെ വിഷയം. നിങ്ങൾക്ക് മുസ്ലിങ്ങളെ കണ്ടു കഴിഞ്ഞാൽ പ്രശ്നമാണ്. അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് നിങ്ങൾ തലശ്ശേരിയിൽ പള്ളി പൊളിക്കുമെന്ന് നിങ്ങൾ വലിയ വായിൽ വർത്തമാനം പറഞ്ഞത്, വർഗീയത പച്ചക്ക് വിളിച്ചോതിയത്? ഇപ്പോൾ കുന്നുംകുളത്ത് കുറച്ച് സംഘപരിവാർ ഭീകരന്മാർ, തീവ്രവാദികൾ വിളിച്ചുകൂവി പറയാണ്, നിസ്കരിക്കുമ്പോൾ തൊപ്പി വെക്കാൻ തല കാണില്ല എന്ന്. വെറും മുദ്രാവാക്യം മാത്രമായിരിക്കും എന്നുള്ളത് ഞങ്ങൾക്കറിയാം. കാരണം നിങ്ങളെ കൊണ്ട് അതിനൊന്നും ഈ കൊച്ചു കേരളത്തിൽ സാധിക്കുകയില്ല. മതേതര സമൂഹം നേരിടേണ്ട രീതിയിൽ ഇതിനെയൊക്കെ നേരിടും. കാരണം ആ രീതിയിലാണ് നിങ്ങൾ ഈ രാജ്യത്ത്, കേരളത്തിൽ വിദ്വേഷം പ്രചരിപ്പിക്കുന്നുള്ളത്. ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനെതിരെ, ഒരു സംഘടനക്കെതിരെ നിങ്ങൾക്ക് മുദ്രാവാക്യം വിളിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. അതും ജനാധിപത്യപരമായിട്ടുള്ള മുദ്രാവാക്യമായിരിക്കണം. പക്ഷേ നിങ്ങളിവിടെ മൊത്തം മുസ്ലിം സമുദായത്തെ കരിവാരി തേച്ചുകൊണ്ട് അവരെ ഞങ്ങൾ ഇല്ലാതാക്കും, അവരെ ഞങ്ങൾ കൊല്ലും എന്ന് പറഞ്ഞ തെരുവിലൂടെ നടന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്താ വിചാരിച്ചത്? നിങ്ങൾ വിജയിച്ചു കയറുമെന്നാണോ? ഇത് കേരളമാണ്. ഈ കേരളത്തിന്റെ മണ്ണിൽ ഇവിടെ ജീവിക്കുന്ന ഹൈന്ദവരും ക്രിസ്ത്യാനികളും നല്ലവരായ മുസ്ലിങ്ങളും ഒക്കെ വളരെ കൃത്യമായി നിങ്ങളെ എതിർക്കും. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഈ നാട്ടിൽ എന്നും സാഹോദര്യത്തോടു കൂടി, സമാധാനത്തോടു കൂടിയിട്ട് ജീവിക്കേണ്ടതുണ്ട്. എത്ര കേസുകൾ ഇവന്മാർക്കെതിരെ എടുത്തു? ഇത്തരത്തിലുള്ള വിദ്വേഷ മുദ്രാവാക്യങ്ങൾക്കെതിരെ എത്ര കേസുകൾ എടുത്തു? തലശ്ശേരിയിലെ ആ വിദ്വേഷ മുദ്രാവാക്യവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ നടന്നില്ലേ? എന്നിട്ടും ഇവർ ഇത് ആവർത്തിക്കുന്നുണ്ട് എങ്കിൽ എന്താണ് നമ്മൾ ചിന്തിക്കേണ്ടത്? ഇവരുടെ അജണ്ട എന്ന് പറയുന്നത് മുസ്ലിം വിദ്വേഷം തന്നെയാണ്, അല്ലാതെ വേറെന്താണ് പറയേണ്ടത്? ഇവരുടെ അജണ്ട വെറും മുസ്ലിം വിദ്വേഷം മാത്രമാണ്. അതാണ് ഇവർ ആഗ്രഹിക്കുന്നുള്ളത്. ഇവർക്ക് മുസ്ലിങ്ങളെ കണ്ടു കഴിഞ്ഞാൽ കലിപ്പാണ്, പ്രശ്നമാണ്. അവർക്ക് വല്ലാത്തൊരു ഹാലിളകലാണ്. അതിന്
കേരളത്തിലെ മതേതര സമൂഹം കൃത്യമായ മറുപടികൾ എല്ലാ തിരഞ്ഞെടുപ്പ് സമയങ്ങളിലും കൊടുത്തിട്ടുണ്ട്. ഇനിയും അതുണ്ടാകും. പക്ഷേ വീണ്ടും വീണ്ടും ഇവർ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാനാണ്, ആളുകളെ വഞ്ചിക്കാനാണ്. ഏതെങ്കിലും ഒരു വിഷയം നടന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ മുസ്ലിങ്ങൾക്കെതിരെ വിദ്വേഷ മുദ്രാവാക്യങ്ങൾ നടത്തിക്കഴിഞ്ഞാൽ മുസ്ലിങ്ങളാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സൈക്കോളജിക്കൽ മൂവ്. മൊത്തം മുസ്ലിം സമുദായത്തെ മുൾമുനയിൽ നിർത്തുന്ന ഇവരുടെ ഈ പേക്കൂത്തുകൾ കാണാൻ തുടങ്ങിയിട്ട് കുറെ കാലമായി. ഇത് കൊച്ചു കേരളത്തിലും വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നു എന്ന് ആലോചിക്കുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയം തന്നെയാണ്. കാരണം ഇത്തരത്തിലുള്ള വിദ്വേഷ മുദ്രാവാക്യം വിളിച്ച ആളുകൾക്ക് സ്റ്റേഷൻ ജാമ്യം നൽകിയിട്ട് പുറത്തുവിടാറാണ് പോലീസിന്റെ പുതിയ രീതി. എന്നാൽ ഇത്തരത്തിലുള്ള വിദ്വേഷ മുദ്രാവാക്യത്തിനെതിരെ ശബ്ദിച്ചു കഴിഞ്ഞാൽ, പ്രതിഷേധിച്ചു കഴിഞ്ഞാൽ അപ്പോൾ വരും FIR, അപ്പോൾ വരും ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമുള്ള കേസുകൾ. ഇവിടെ പോലീസുകാർ ഇത്തരത്തിലുള്ള ആളുകൾക്ക് കൃത്യമായ നടപടികൾ ഒരുക്കി നിയമപരമായി നേരിടാൻ കൃത്യമായ രീതിയിൽ അവരെ പിടിച്ച് അകത്തിടുന്ന ഒരവസ്ഥ തുരിതുര ഉണ്ടാകണം. എവിടെ ഇത്തരത്തിലുള്ള മുദ്രാവാക്യ വിളികൾ ഉണ്ടായോ അവിടെയൊക്കെ കൃത്യമായ രീതിയിൽ ഇടപെടൽ നടത്തിയിട്ട് അവരെ ഉടൻ തന്നെ അറസ്റ്റ് ചെയ്ത് ജയിലിലേക്ക് ഉടൻ തന്നെ അയച്ചു കഴിഞ്ഞാൽ ഒരു പരിധി വരെ, മൊത്തമായല്ല, ഒരു പരിധി വരെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. കേട്ടില്ലേ എന്തൊരു ഭീകരമായ മുദ്രാവാക്യം! തൊപ്പി വെക്കാൻ തല കാണില്ല എന്ന് പറയുന്ന സംഘി ഭീകരന്മാരുടെ മുദ്രാവാക്യം. തീർച്ചയായും കണ്ണു തുറന്ന് കാണേണ്ടത് ഇവിടെയുള്ള നിയമപാലകരാണ്. ആഭ്യന്തരമന്ത്രി അതുപോലെ തന്നെ കേരളത്തിന്റെ മുഖ്യമന്ത്രി കൃത്യമായ ഇടപെടൽ ഈ വിഷയത്തിൽ ഉണ്ടാക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.